സം ഫംഗ്ഷൻ എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബേസിക് ആയിട്ടുള്ള സം ഫംഗ്ഷൻ. അതായത് അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. ഒരു സെല്ലിനകത്ത് ഈക്വൽ ടു സം ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ബ്രാക്കറ്റ് ഉണ്ടാവും. ബ്രാക്കറ്റിൽ നമ്മൾ അതായത് നിങ്ങൾക്ക് ഏതൊക്കെ നമ്പറാണോ ഏതൊരു സെല്ലിലെ നമ്പേഴ്സ് ആണോ ആഡ് ചെയ്യേണ്ടത് ആ സെല്ലിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 3 സെല്ലിലായിട്ട് 3 നമ്പേഴ്സ് കിടക്കുന്നുണ്ട് അല്ലേ. നമുക്കിതിനെ 3നെയും കൂടിയും ആഡ് ചെയ്തിട്ട് സം കിട്ടും. ആ റിസൾട്ട് ഞാൻ ഈ സെല്ലിലാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ഫോർമുല എഴുതുന്നുണ്ട്, ഈക്വൽ ടു സം. ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഓട്ടോ സജഷൻ കണ്ടോ, ഓട്ടോ സജസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക്. ദെൻ ബ്രാക്കറ്റ് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ സിൻടാക്സ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണിക്കാൻ വിടാം. നമ്പർ 1, നമ്പർ 2, എക്സെട്ര എക്സെട്ര അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇവിടെ നമ്പർ 1 എവിടെയാണ് എടുക്കുന്നത്? A7, B5, then C8, right? ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ. ഇതിന് 3ൻ്റെയും കൂടി സം ഇവിടെ 15 ആയിട്ട് നമുക്ക് കിട്ടി. നെക്സ്റ്റ്, സമ്മിങ് എ റേഞ്ച് ഓഫ് സെൽ. എനിക്കിപ്പോൾ ഇവിടെ അഡ്ജസൻറ്റ് സെല്ലിലായിട്ടാണ് ഓരോ നമ്പേഴ്സും കിടക്കുന്നത് അല്ലേ. ഈ നമ്പേഴ്സിൻ്റെ ഒക്കെ സമ്മ് ഞാൻ ഇവിടെയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഈക്വൽ ടു കൊടുത്തതിന് ശേഷം ഈക്വൽ ടു സം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം റേഞ്ച് ഓഫ് സെൽ സെലക്ട് ചെയ്യാം. റേഞ്ച് ഓഫ് സെൽ D2 മുതൽ DA9 വരെ ഉള്ള റേഞ്ച് ഓഫ് സെല്ല് സെലക്ട് ചെയ്യുക. ദെൻ ബ്രാക്കറ്റ് ക്ലോസ്. ഇതുപോലെ ഓട്ടോ സം ബട്ടൺ ഉണ്ട് നമുക്ക് ഈ എക്സലിനകത്ത്. അത് യൂസ് ചെയ്ത് നമുക്ക് സം ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയും സെല്ലാണ് നമുക്ക് ഓട്ടോ സം ചെയ്യേണ്ടത്. സോ ഈ ഒരു റേഞ്ച് ഓഫ് സെല്ല് സെലക്ട് ചെയ്യുക. അതിന് കൂടെ ഒരു ബ്ലാങ്ക് സെല്ല് കൂടി സെലക്ട് ചെയ്തതിന് ശേഷം ഹോം ടാബിൽ ഇങ്ങനെ റൈറ്റിലോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ ഈ ഒരു സിമ്പിൾ കാണാം. ഇതാണ് ഓട്ടോ സം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് സം വാല്യൂ കിട്ടും.